ഹായ് ഓൾ. രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് ഊത്തുമ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഭാഗം, കുതികാലെന്ന് പറഞ്ഞ ഭാഗം, അവിടെ കഠിനമായ വേദന അനുഭവപ്പെടുന്നുണ്ടോ? പടികളൊക്കെ കയറുമ്പോഴോ ഓടുമ്പോഴോ ഈ വേദന കൂടി വരുന്നുണ്ടോ? സാധാരണ ഉപ്പൂറ്റി വേദനയല്ല ഇത്. അക്വിലീസ് ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ എന്താണെന്നും അതിൻ്റെ ഇഫക്റ്റീവായ എക്സർസൈസ് എന്താണെന്നും മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ടൈറ്റ്നെസ്, പെയിൻ എബോ ഹീലാണ്, ഉപ്പൂറ്റിക്ക് തൊട്ട് മുകളിലായിട്ട് തൊടുമ്പോഴുള്ള വേദന. ആ ഭാഗത്ത് ചെറിയ സ്വെല്ലിങ് ഉണ്ടാകും. പിന്നെ അതുകൂടാതെ ആക്ടിവിറ്റി പെയിൻ, നടത്തം കൂടുമ്പോൾ വേദന കൂടുകയും വിശ്രമിക്കുമ്പോൾ കുറയുകയും ചെയ്യും. ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നല്ല പെയിനുള്ള അവസ്ഥയിൽ റെസ്റ്റും ഐസ് തെറാപ്പിയുമാണ്. വേദന കുറഞ്ഞു കഴിഞ്ഞാൽ ഐസോമെട്രിക് ഹോൾഡ് തുടങ്ങാം. പിന്നെ മൂന്നാമത് ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞ് ചെയ്യുന്ന എക്സെൻട്രിക് വ്യായാമമാണ് നമ്മൾ നോക്കുന്നത്. ഷാർപ്പ് പെയിനൊക്കെ കുറഞ്ഞു കഴിഞ്ഞ് ചെയ്യുന്ന ആൽഫ്രെഡ്സൺ പ്രോട്ടോക്കോൾ ഒരു എക്സെൻട്രിക് വ്യായാമമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഈ എക്സർസൈസ് ചെയ്യുന്നതിന് വേണ്ടി പിക്ചറിൽ കാണുന്ന പോലെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഈ പിക്ചറിൽ നമ്മുടെ ഇടത് കാലാണ് ഇൻവോൾവ് ആയിട്ടുള്ള ലെഗ്, വലത് കാലിന് കുഴപ്പമൊന്നുമില്ല. ഇനി 2 കാലിൻ്റെയും വിരലുകൾ ഉപയോഗിച്ച് നമ്മൾ പൊങ്ങുകയാണ്. അപ്പോൾ ഹീൽ റേസ് ചെയ്യുക. പൊങ്ങുമ്പോൾ ഇടത് കാലിൽ അധികം ഭാരം കൊടുക്കണ്ട, ഇങ്ങനെ ഹീൽ റേസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ വലത് കാല് പിക്ചറിൽ കാണുന്ന പോലെ ഇങ്ങനെ അല്പം ഉയർത്തി വെക്കുക. അതായത് വലത് കാലിൽ വെയിറ്റ് കൊടുക്കുന്നില്ല, ഇപ്പോൾ ഇടത് കാലിലാണ് വെയിറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശരീരഭാരം മുഴുവൻ ലെഫ്റ്റ് ലെഗിലാണ്, അതായത് നമ്മുടെ ഇൻജേർഡ് ലെഗിലാണ്. ഇനി മുട്ട് മടക്കാതെ നമ്മുടെ ഇടത്തെ കാലിൻ്റെ ഉപ്പൂറ്റി താഴേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ സ്ലോ ആയിട്ട് ചെയ്യുക. ഒരു 3 to 5 സെക്കൻഡ്സ് എടുത്ത്. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നാൽ താഴെ മുട്ടിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മുടെ വലതുകാലും കൂടി പഴയതുപോലെ സ്റ്റെപ്പിൽ വെച്ചിട്ട് ഹീൽ റേസ് കണ്ടിന്യൂ ചെയ്യുക. 15 റെപ്പറ്റീഷൻസിൻ്റെ 3 സെറ്റ് 12 വീക്സ് ഡെയിലി 2 പ്രാവശ്യം ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ ചെറിയ വേദന സ്വാഭാവികമാണ്. എന്നാൽ കൂടുതൽ വേദന ഉണ്ടെങ്കിൽ റെപ്പറ്റീഷൻ കുറയ്ക്കുക. അടുത്തത് ഇവിടെ തന്നെയുള്ള സോലീസ് മസിലിന് വേണ്ടി, അത് കുറച്ച് ഡീപ്പ് മസിലാണ്. അതിന് ഡീ ബെൻഡ് എക്സർസൈസ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൻ്റെ അരികിൽ 2 കാലുകളുടെയും മുൻഭാഗം ഉറപ്പിച്ച് നിൽക്കുക. മുമ്പത്തെ പോലെ തന്നെയുള്ള പൊസിഷൻ. ഉപ്പൂറ്റി പുറത്തേക്ക് നിൽക്കണം. ഇനി 2 കാലും ഉപയോഗിച്ച് സാവധാനം വിരലുകളിൽ പൊങ്ങുക, അതായത് ഹീൽ റേസ് ചെയ്യുക. ഈ അവസ്ഥയിൽ തന്നെ നമ്മുടെ ഇടത് കാലിൻ്റെ, അതായത് പരിക്കുള്ള കാലിൻ്റെ മുട്ട് അല്പം ഒരു 20 to 30 ഡിഗ്രി ഒന്ന് മടക്കി കൊടുക്കുക. ഈ മടക്കിയ അവസ്ഥയിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ പരിക്കില്ലാത്ത വലത് കാല് സ്റ്റെപ്പിൽ നിന്നും പതുക്കെ ഉയർത്തുക. ഇപ്പോൾ ശരീരഭാരം മുഴുവൻ നമ്മുടെ ലെഫ്റ്റ് ലെഗിലാണ്. അങ്ങനെ മുട്ട് മടക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇടതുകാലിൻ്റെ ഉപ്പൂറ്റി വളരെ പതുക്കെ ഒരു 3 to 5 സെക്കൻഡ്സ് എടുത്ത് സ്റ്റെപ്പിനെ താഴേക്ക് താഴ്ത്തുക. ഉപ്പൂറ്റി താഴെ വരെ എത്തുമ്പോൾ നമ്മുടെ ടെൻഡനിൽ ഒരു വലിച്ചിലും ബലവും അനുഭവപ്പെടും. താഴെ എത്തിയ ശേഷം പരിക്കില്ലാത്ത വലതുകാൽ കൂടി സ്റ്റെപ്പിൽ വെച്ച് 2 കാലും ഉപയോഗിച്ച് പഴയപടി മുകളിലേക്ക് പൊങ്ങുക.